നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് മാത്രം ഒരു കഥ നുണക്കഥയും മാറില്ല. അതുപോലെ തന്നെ നിങ്ങൾ തള്ളിക്കളയുന്ന അന്ധവിശ്വാസങ്ങളായിരിക്കും നിങ്ങളെ വിഴുങ്ങാൻ വരുന്ന ഏറ്റവും വലിയ സത്യം. ഇത് തേങ്ങയും പറയണമെന്നുള്ള വിചാരം ഉണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ ഒരു ചെറിയ മൂവിനെ കുറിച്ചുള്ള റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. മൂവിയുടെ പേര് ഹുക്കും. ഒരു ഹോളിവുഡ് മൂവിയാണ്. ഒരു ഫോക്ലോർ കൈൻഡ് ഓഫ് ട്വിസ്റ്റഡ് മൈൻഡ് ബെൻഡിങ് ഹൊറർ മൂവിയാണ്. ഒരു സ്ലോ ബേൺ, സ്ലോ പേസിങ് കൈൻഡ് ഓഫ് ഹൊറർ മൂവി. അപ്പോൾ മൂവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാം. നോ സ്പോയിലർ റിവ്യൂ ആണ്. ഓക്കെ. അപ്പോൾ ഒരു ഓം ബോമൻ എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് അയാളുടെ അച്ഛൻ്റെ അമ്മയുടെയും ചിതാഭസ്മം മറ്റേ അടക്കം ചെയ്യാൻ വേണ്ടി അവരുടെ അച്ഛനും അമ്മയും ഹണിമൂണിന് പോയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് വരുന്നു. ആ ഹോട്ടലിലാണെങ്കിൽ ഓൾറെഡി ഫോക്ലോസ്, അതേപോലെ വിച്ചിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ അയർലൻഡ് അങ്ങനത്തെ ഒരു സ്ഥലങ്ങൾക്ക് ഈ ഒരു ആ ഒരു എന്താ പറയാ അറ്റ്മോസ്ഫിയർ അതിലാണല്ലോ. അപ്പൊ അങ്ങനത്തെ പറയാനുള്ളടുത്ത് വരെ ഉണ്ടാവും എന്ന് വിചാരിച്ച് മൂപ്പരാളൊന്നും വിശ്വസിച്ചില്ല. കാര്യം മൂപ്പരാളൊരു നോവലിസ്റ്റ് ആണ്, എന്ത് എഴുതിയിടാം. അപ്പോൾ മൂപ്പരാളൊന്നും വിശ്വസിച്ചില്ല. മൂപ്പരാളുടെ ക്യാരക്ടർ ഒരുമാതിരി റൂഡാട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് പിടിക്കൂല. ഒരുമാതിരി പൊളൈറ്റായി സംസാരിക്കുന്നവരോട് വരെ റൂഡായിട്ട് സംസാരിക്കുന്ന ഒരുമാതിരി ചത്ത ക്യാരക്ടർ. പിന്നീടാണ് മനസ്സിലാവുന്നത് മൂപ്പരാളുടെ കഥ ലൈഫിന് കുറെ ലെയേഴ്സ് ഉണ്ട്. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ റിവീലായി കിട്ടുന്നു. അതിന്റെ കൂടെ മറ്റേ സൈഡിൽ ഹൊറർ, അത് പിന്നെ പറയണ്ടല്ലോ. ഹൊറർ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, അതും കൂടി മിക്സപ്പ് ആയിട്ട് രണ്ടും കൂടെ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും ഓർത്ത് കിട്ടിയപ്പോ എന്തായാലും ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. രണ്ടും കൂടെ കണ്ട മിക്സപ്പ് ആയിട്ട് നല്ല കിടിലൻ സാധനമായി മാറും. സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ 50 മിനിറ്റ്സ് എനിക്ക് തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു, ടു ബി ഹോണസ്റ്റ്. പിന്നീട് അതിലൊരു മൊമെന്റ് നടക്കും. ഓക്കെ, അവിടെ തൊട്ട് എനിക്ക് ഇഷ്ടമായി. ആ ഒരു മൊമെന്റ് തൊട്ട് എനിക്ക് പടം ഇഷ്ടമായി. പിന്നെ പടം പോകുന്നത് നല്ല എൻഗേജിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. പിന്നെ കുറെ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുറെ ഇവന്റ്സ് നടക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിൽ അതേപോലെ കുറെ ഇവന്റ്സ് നടക്കുന്നുണ്ട്. നല്ല നല്ല വിഷ്വലി അടിപൊളിയുള്ള കുറച്ച് സീൻസ് ഉണ്ട്. അതിൽ ഒരു സീൻ ഇത്ര 2 സെക്കൻഡ് 3-4 സെക്കൻഡ് ഉണ്ടല്ലോ തോന്നുന്നുണ്ട്, പക്ഷെ അടിപൊളിയായിരുന്നു അത്. അങ്ങനത്തെ കുറച്ചും കൂടി നേരം അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. നോട്ട് സോ ദാറ്റ് ഗ്രേറ്റ് മൂവി. കുറെ ഞാൻ അങ്ങനത്തെ റിവ്യൂസ് കേട്ടത് എഴുതിയിട്ടൊക്കെ. പക്ഷെ ഇറ്റ് ഈസ് എ ഗുഡ് മൂവി ആക്ച്വലി. പക്ഷെ ആ 50 മിനിറ്റിന്റെ അവിടെ ആ ഹുക്കില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പടം ഡ്രോപ്പ് ചെയ്ത് പോകുമായിരുന്നു ഉറപ്പായിട്ടും. കാര്യം ഞാനത് എന്ത് ദിവന്മാർ പറഞ്ഞാൽ അവരൊന്നും എത്തുന്നില്ലല്ലോ വെച്ചിട്ടാണ് ഈ പടം ഇങ്ങനെ കണ്ടുപോയത്. കുറെ നേരം കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു ഒരു ഇതെനിക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വാസ് ടു ഗുഡ്. നോട്ട് ടു ഗുഡ്, ഗുഡ്. ഇറ്റ് വാസ് ഗുഡ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. കാര്യം സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഹൊറർ ജംസ്കെയർ സീൻസിന് കുറച്ച് മാറിയിട്ട് സ്ലോ ബേൺ ആയിട്ടാണ് പോകുന്നത്. കുറച്ച് ജംസ്കെയർസ് മാത്രം ഉണ്ടാവും, 1-2, പക്ഷെ അതാ സീനിന് ആവശ്യമുള്ളതാണ്. ഓക്കെ, നല്ലൊരു സ്റ്റോറി ടെല്ലിങ്ങും അതേപോലെ ഒരു നല്ല എൻഡിങ്ങും കൂടിയിട്ട് പടം നല്ല രീതിയിൽ തന്നെ, ഹാപ്പി എൻഡിങ് നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ യെസ്, ഈ പടം അവസാനിക്കുന്നുണ്ട്. കണ്ടു നോക്കുക. ഹൊറർ പടങ്ങൾ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മിസ്സാക്കാൻ നിൽക്കണ്ട. ഒരു വെറൈറ്റി അപ്രോച്ചുള്ള ഒരു ഫോക്ലോർ ലെവലിലുള്ള ഒരു വെറൈറ്റി ഹൊറർ മൂവിയാണ് ഹുക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഡൗൺ ചെയ്യുക. കാണാത്തവര് എന്തായാലും കാണാം, മറക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം വിട്ടുപോയി, ഈ പടം ഇപ്പോ നമുക്ക് ആപ്പിൾ ടിവിയിലോ ആമസോണിലോ റെന്റ് ഒക്കെ ആയിട്ട് കാണാം. പിന്നെ വേറെ എവിടെ നിന്ന് കാണാമെന്ന് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല, കാണണ്ടായിരിക്കും. ആ പ്രത്യേക സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെയും കാണാം. അപ്പോൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ശരി, ബൈ.